ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം തൃതീയസ്കന്ധം 12ാധ്യായം 8ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ തൃതീയസ്കന്ധേ അഥ 12ാധ്യായഃ. മൈത്രേയ ഉവാച. ഇതി തേ വർണ്ണിതക്ഷത്തഃ കാലാഖ്യ പരമാത്മനഃ മഹിമാ വേദഗർഭോധ യഥാ സ്രാക്ഷി നിബോധ മേ. സസർജാഗ്രേ അഥതാമിശ്രമാധികൃത മഹാമോഹം ച മോഹം ച തമശ്ചാജ്ഞാനവൃത്തയഃ ദൃഷ്ട്വാ പാപീയസീം സൃഷ്ടിം നാത്മാനം ബഹുമന്യത ഭഗവദ്ധ്യാനഭൂതേന മനസാന്യാംസ്തതോ സൃജത്. സനകം ച സനന്ദം ച സനാതനമഥാത്മഭൂഃ സനൽകുമാരം ച മുനീൻ നിഷ്ക്രിയാനൂദ്ധരേതസഃ താൻ ബഭാഷേ സ്വഭൂഃ പുത്രാൻ പ്രജാഃ സൃജത പുത്രകാഃ തന്നൈച്ഛന്മോക്ഷധർമാണോ വാസുദേവപരായണാഃ സോവധ്യാതസ്സുതൈരേവം പ്രത്യാഖ്യാതാനുശാസനൈഃ ക്രോധം ദുർവിഷഹം ജാതം നിയന്തുമുപചക്രമേ ധിയാ നിഗൃഹ്യമാണോऽപി ഭ്രുവോർമധ്യാത് പ്രജാപതേഃ സദ്യോ ജായത തന്മന്യുഃ കുമാരോ നീലലോഹിതഃ സ വൈരുരോധ ദേവാനാം പൂർവജോ ഭഗവാൻ ഭവഃ നാമാനി കുരു മേ ധാതഃ സ്ഥാനാനി ച ജഗൽഗുരോ. 9ാമത്തെ ശ്ലോകം. ഇതി തസ്യ വജപ്പാത്മോ ഭഗവാൻ പരിപാലയൻ അഭ്യഥാത് ഭദ്രയാ വാച മാരോദീസ്തൽക്കരോമി തേ. ഇതി തസ്യ വജപ്പാത്മേ ഭഗവാൻ പരിപാലയൻ അഭ്യഥാത് ഭദ്രയാ വാച മാരോദീസ്തൽക്കരോമി തേ. ഇവിടെ ഇതി തസ്യ വജപ്പാത്മോ, അങ്ങനെ ആ ബ്രഹ്മാവ് തൻ്റെ പുത്രൻ ആയിരിക്കുന്ന രുദ്രൻ പറഞ്ഞ വാക്കുകളെ കേട്ടിട്ട് എന്നർത്ഥം. രുദ്രൻ പറഞ്ഞ വാക്കുകളെ കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കിനെ പരിപാലിക്കാനായിട്ട് മൃദുവായ വാക്കുകളെ കൊണ്ട് ഇതി തസ്യ വചഃ പാത്മോ ഭഗവാൻ പരിപാലയൻ അഭ്യഥ ഭദ്രയാ വാച, മൃദുവായ വാക്കുകളെ കൊണ്ട് കരയരുത്. മാരോദീസ്ത്വത്കരോമി തേ, കരയരുത്, അങ്ങ് പറഞ്ഞതെല്ലാം ചെയ്തു തരാം എന്ന് അവിടെ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇതി തസ്യ വചപ്പാത്മേ ഭഗവാൻ പരിപാലയൻ അഭ്യഥാത് ഭദ്രയാ വാച മാരോദീസ്തത്കരോമി തേ. അതിലത്തെ പദങ്ങൾ ഭഗവാനായിരിക്കുന്ന പാത്മഹ, ആ ബ്രഹ്മാവ്, ഇതി ഇങ്ങനെ ഉള്ള, തസ്യ അദ്ദേഹത്തിൻ്റെ വചഃ ആ മഹാദേവൻ്റെ വാക്കുകളെ കേട്ടിട്ട് പരിപാലയൻ പരിപാലിക്കാനായിട്ട്, വാക്കിനെ പരിപാലിക്കാനായിട്ട് ഭദ്രയ മൃദുവായിട്ടുള്ള വാച വാക്കുകൊണ്ട് മാരോദീഹി കരയരുത് തേ തത് അങ്ങക്ക് അത് കരോമി ചെയ്തു തരാം ഇതി അഭ്യഥാത് എന്ന് പറഞ്ഞു. ഒന്നുകൂടി പറയാം. ഭഗവാനായിരിക്കുന്ന പാത്മഹ ബ്രഹ്മാവ് ഇതി ഇങ്ങനെയുള്ള തസ്യ അദ്ദേഹത്തിൻ്റെ വചഃ വാക്കിനെ പരിപാലയൻ പരിപാലിക്കാൻ ഭദ്രയ മൃദുവായിട്ടുള്ള വാച വാക്കുകൊണ്ട് മാരോദീഹി കരയരുത് തേ തത് അങ്ങക്ക് അത് കരോമി ചെയ്തു തരാം ഇതി അഭ്യഥാത് എന്ന് പറഞ്ഞു. ഇപ്രകാരം പറഞ്ഞു. അപ്പം ഇതിലത്തെ അന്വയം നോക്കാം. ഭഗവാൻ പാത്മഹ ഇതി തസ്യ വചഃ പരിപാലയൻ ഭദ്രയാ വാച മാരോദീഹി തേ തത് കരോമി ഇതി അഭ്യഥാത്. ഒന്നുകൂടി പറയാം. ഭഗവാനായിരിക്കുന്ന ഒന്നുകൂടി അതിലത്തെ അന്വയം പറയാം. ഭഗവാൻ പാത്മഹ ഇതി തസ്യ വചഃ പരിപാലയൻ ഭദ്രയാ വാച മാരോദീഹി തേ തത് കരോമി ഇതി അഭ്യഥാത്. അപ്പോൾ ഭഗവാനായിരിക്കുന്ന ബ്രഹ്മാവ് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ പരിപാലിക്കാൻ മൃദുവായിട്ടുള്ള വാക്കുകൊണ്ട് അങ്ങ് കരയരുത്, അങ്ങക്ക് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞു. ഭഗവാനായിരിക്കുന്ന ബ്രഹ്മാവ് ഇങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ വാക്കിനെ പരിപാലിക്കാൻ മൃദുവായ വാക്കുകൊണ്ട് കരയരുത്, അങ്ങക്ക് അത് ചെയ്തു തരാം എന്ന് പറഞ്ഞു. ദേവന്മാരിൽ
ആദ്യനായുണ്ടായ ഭഗവാനായിരിക്കുന്ന ആ രുദ്രൻ, അല്ലയോ ധാതാവേ, എനിക്ക് നാമങ്ങളും സ്ഥാനങ്ങളും കൽപ്പിച്ചു തരൂ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ പറഞ്ഞു, ഭഗവാനായ ബ്രഹ്മാവ് രുദ്രൻ്റെ ഇപ്രകാരമുള്ള വാക്കിനെ അനുസരിക്കുവാനായിട്ട് കരയാതിരിക്കൂ, അങ്ങെന്ന് പറഞ്ഞ പ്രകാരം ഞാൻ ചെയ്തു തരാം എന്ന് മധുരമാവണ്ണം പറഞ്ഞ് ബ്രഹ്മാവിനെ സമാധാനിപ്പിച്ചു. ബ്രഹ്മാവ് പറയുന്നു, അല്ലയോ ദേവശ്രേഷ്ഠ, അങ്ങെന്ന് അത് അടുത്ത ശ്ലോകത്തിൽ. അപ്പോൾ ഭഗവാനായ ബ്രഹ്മാവ് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ പാലിച്ച് നിലവിളിക്കണ്ട, അതെല്ലാം അങ്ങക്ക് ചെയ്തു തരാം എന്ന് ആ മംഗളകരമായ വാക്കിനാൽ സമാധാനിപ്പിച്ചു. അപ്പോൾ ആ കോപത്തെ ഉള്ളിലടക്കുവാൻ പരിശ്രമിച്ചുവെങ്കിലും അത് ബ്രഹ്മാവിൻ്റെ പുരികങ്ങളുടെ നടുവിൽ നിന്ന് നീലലോഹിതവർണ്ണനായിരിക്കുന്ന ഒരു കുമാരനായിട്ട് പുറത്തുപ്പെട്ടു എന്ന് പറഞ്ഞു. ദേവന്മാരുടെ പൂർവജനും ജ്ഞാനാദിഗുണസമ്പന്നനുമായിരിക്കുന്ന അദ്ദേഹം രുദ്രനാകുന്നു. ഹേ പിതാവേ, ഹേ ജഗദ്ഗുരു, എനിക്ക് നാമങ്ങളെയും സ്ഥാനങ്ങളെയും അങ്ങ് കൽപ്പിച്ച് അരുളണം എന്ന് നിലവിളിച്ച് കരഞ്ഞു. അതുകൊണ്ടാണ് രുദ്രൻ എന്ന പേരുണ്ടായതെന്ന് പറഞ്ഞു എന്ന് സൂചിപ്പിച്ചു. അങ്ങനെ ആ പത്മത്തിൽ നിന്നും ജനിച്ച ഭഗവാൻ ഇപ്രകാരമുള്ള വാക്കുകളെ കേട്ടിട്ട് അതിനെ സാധിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി നിശ്ചയിച്ചിട്ട് അനുഗ്രഹ സൂചകമായിരിക്കുന്ന വാക്കുകളെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, കരയേണ്ട, ആവശ്യപ്പെട്ടതിനെ സാധിപ്പിച്ചു തരാം. ഇതിലത്തെ ആ വ്യാഖ്യാനം നമുക്ക് നോക്കാം. തദാ ബ്രഹ്മ തദ്വചഃ ശ്രുത്വാ പ്രാഹ. ബ്രഹ്മാവിൻ്റെ വാക്കുകളെ കേട്ടിട്ട്, ഹേ ഭവ, അല്ലയോ രുദ്ര, ത്വം മാ രോധി തത്കരോമി, അങ്ങ് കരയരുത്, അങ്ങ് പറഞ്ഞ പോലെ ചെയ്യാം എന്ന് പറഞ്ഞു. തദാ ബ്രഹ്മ തദ്വചഃ ശ്രുത്വാ പ്രാഹ ഹേ ഭവ ത്വം മാ രോധി തത്കരോമി. ഇതാണ് അതിലത്തെ വ്യാഖ്യാനം. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം വന്നിട്ട് 10ാമത്തെ ശ്ലോകം. യദരോധീഹി സുരശ്രേഷ്ഠ സോദ്വേഗ ഇവ ബാലകഃ തതസ്ത്വാം അഭിധാസ്യന്തി നാംനാ രുദ്രൈരി പ്രജാഃ. യദരോധീഹി സുരശ്രേഷ്ഠ സോദ്വേഗ ഇവ ബാലകഃ തതസ്ത്വാം അഭിധാസ്യന്തി നാംനാ രുദ്ര ഇതി പ്രജാഃ. യദരോധീ സുരശ്രേഷ്ഠ, അല്ലയോ ദേവശ്രേഷ്ഠ, സോദ്വേഗ ഇവ ബാലക, ഒരു ബാലനെ പോലെ ആ പരിഭ്രമത്തോടെ ഇങ്ങനെ യദരോധി ഇങ്ങനെ രോദനം ചെയ്തതിനാൽ തതസ്ത്വാം അഭിധാസ്യന്തി, അങ്ങ് അറിയപ്പെടുന്നു. എന്തായിട്ട്? നാംനാ രുദ്ര ഇതി പ്രജഃ, ആ ജനങ്ങളെ അങ്ങയെ രുദ്രൻ എന്ന നാമത്താൽ വിളിക്കുന്നു. യദരോധി സുരശ്രേഷ്ഠ സോദ്വേഗ ഇവ ബാലക തതസ്ത്വാം അഭിധാസ്യന്തി നാംനാ രുദ്ര ഇതി പ്രജാഃ. അപ്പം ഇതിലത്തെ അന്വയം പദങ്ങളെ, ഹേ സുരശ്രേഷ്ഠ, അല്ലയോ ദേവശ്രേഷ്ഠ, ബാലക ഇവ, ബാലകനെ പോലെ, സോദ്വേഗ പരിഭ്രമത്തോടെ, അരോധീഹി യത് തതഃ രോദനം ചെയ്തതിനാൽ, അരോധീഹി യത് തതഃ എന്ന് പറഞ്ഞാൽ രോദനം ചെയ്തതിനാൽ, ത്വാം പ്രജാഃ അങ്ങയെ ജനങ്ങൾ, രുദ്രഃ ഇതി രുദ്രൻ എന്ന നാമത്താൽ, അഭിധാസ്യന്തി വിളിക്കുന്നു. അപ്പോൾ ദേവന്മാരിൽ ആദ്യനായിരിക്കുന്നവനെ ദേവശ്രേഷ്ഠ, ബാലകനെ പോലെ പരിഭ്രമത്തോടെ രോദനം ചെയ്തതിനാൽ അങ്ങയെ ജനങ്ങൾ രുദ്രൻ എന്ന് വിളിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി, ഹേ സുരശ്രേഷ്ഠ, ദേവശ്രേഷ്ഠ, ബാലക ഇവഹ ബാലനെ പോലെ, സോദ്വേഗ പരിഭ്രമത്തോടെ, അരോധീഹി തതഃ രോദനം ചെയ്തതിനാൽ, ത്വാം പ്രജാം അങ്ങയെ ജനങ്ങൾ, രുദ്രഃ ഇതി രുദ്രൻ എന്ന നാമത്താൽ, അഭിധാസ്യന്തി വിളിക്കുന്നു.
പദത്തെ അന്വയം ഹേ സുരശ്രേഷ്ഠ ബാലകാ ഇവ സോദ്വേഗഃ അരോദീ യത്തതഃ ത്വാം പ്രജാഃ രുദ്രഃ നാംന അഭിധാസ്യന്തി. എന്നുകൂടി പറയാം. ഹേ സുരശ്രേഷ്ഠ ബാലകാഃ ഇവ സോദ്വേഗഃ അരോദീ യത്തതഃ ത്വാം പ്രജാഃ രുദ്ര ഇതി നാംന അഭിധാസ്യന്തി. അന്വയാർത്ഥം വരുന്നത് അല്ലയോ ദേവശ്രേഷ്ഠ, ബാലകനെ പോലെ പരിഭ്രമത്തോടെ രോദനം ചെയ്തതിനാൽ അങ്ങേ ജനങ്ങൾ രുദ്രൻ എന്ന പേരിൽ വിളിക്കുന്നു. അപ്പോൾ ഭഗവാനായ ബ്രഹ്മാവ് രുദ്രന്റെ ഇപ്രകാരമുള്ള വാക്കിനെ അനുസരിക്കുന്നവനായിട്ട് കരയാതിരിക്കുന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ബ്രഹ്മാവ് പറയുന്നു, അല്ലയോ ദേവശ്രേഷ്ഠ, അങ്ങുന്ന് സംഭ്രാന്തനായ ഒരു ബാലനെ പോലെ നിലവിളിച്ചു എന്ന കാരണത്താൽ ജനങ്ങൾ അങ്ങയെ രുദ്രൻ എന്ന് വിളിക്കുന്നു. സുരശ്രേഷ്ഠ, അങ്ങ് ആ ഭയന്ന കുട്ടിയെ പോലെ നിലവിളിച്ചത് കൊണ്ട് പ്രജകൾ അങ്ങയെ രുദ്രൻ എന്ന് വിളിക്കുന്നു. ഭയപ്പെട്ടിരിക്കുന്ന ബാലകനെ പോലെ നീ കരഞ്ഞത് നിമിത്തം പ്രജകൾ നിന്നെ രുദ്രൻ എന്നുള്ള നാമധേയത്താൽ പറയപ്പെടുന്നു. അപ്പൊ അതിന്റെ വ്യാഖ്യാനം നോക്കാം. ഹേ സുരശ്രേഷ്ഠ, യസ്മാത് ത്വം ബാലക ഇവാരോധി, അങ്ങ് ആ ബാലകനെ പോലെ കരഞ്ഞതുകൊണ്ട്, യസ്മാത് ത്വം ബാലകഃ ഇവാരോധി പ്രകാരം കരയുന്നത് കൊണ്ട്, അതഃ അതുകൊണ്ട്, പ്രജാഹ ജനങ്ങളെ രുദ്ര ഇതി കഥയിഷ്യന്തി അങ്ങേ രുദ്രൻ എന്ന പേരിൽ പറയപ്പെടുന്നു. ഹേ സുരശ്രേഷ്ഠ, യസ്മാത് ത്വം ബാലക ഇവാരോധി അതഃ പ്രജാഹ രുദ്ര ഇതി കഥയിഷ്യന്തി. അപ്പൊ അടുത്ത ശ്ലോകം നോക്കാം. രുദ്രൻ എന്നാൽ രോദനം ചെയ്തവൻ എന്നർത്ഥം. സോരോദീദ്യതരോദീത് രുദ്രസ്യ രുദ്രത്വം തൈത്രീയ സംഹിതയിൽ പറയുന്നുണ്ട്. രുദ്രോ രൗദീതി സതോ രോരൂയമാണോ ദ്രവതീതി വാ രോദയതേർവാ യദരുദത്തദുദ്രസ്യ രുദ്രത്വമിതി കാഠകം യദരോത്തദ്രുദ്രസ്യ തദ്രുത്വമിതി ഹാരിദ്രവികം. യാസ്ക ഇതിൽ പറയുന്നുണ്ട്, യാസ്ക നിരുക്തത്തില്. ഇഷ്ടവിയോഗേന ആഭിഘാതേന വാ യദ്ബാഷ്പ നിർമോചനം രുദ്രോ അനമിത്യുച്യത്തെ. ഇഷ്ടജനവിയോഗത്തിലോ അടികൊണ്ട് വേദനിച്ചിട്ടോ മറ്റോ കണ്ണീർ തൂകുന്നതാണ് സ്വതവേ രോദനം. രോദനം ചെയ്തവൻ എന്നർത്ഥം. ഇഷ്ടമുള്ളവരുടെ വിയോഗത്തിൽ കരയണത് രോദനം ആയിരിക്കും. പിന്നെ വേദനിച്ച് കണ്ണീർ തൂകുമ്പോൾ രോദനം എന്ന് പറയാം. അപ്പൊ അടുത്ത ശ്ലോകം നോക്കാം. ഹൃദിന്ദ്രിയാണ്യസുർവ്യോമ വായുരഗ്നിർജലം മഹി സൂര്യശ്ചന്ദ്രസ്തപശ്ചൈവ സ്ഥാനാന്യഗ്രേ കൃതാനി മേ. ഹൃദിന്ദ്രിയാണ്യസുർവ്യോമ വായുരഗ്നിർജലം മഹി സൂര്യശ്ചന്ദ്രസ്തപശ്ചൈവ സ്ഥാനാന്യഗ്രേ കൃതാനി മേ. അപ്പോൾ രുദ്രനോട് പറയുകയാണ്, ഹൃദയം, ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങള്, അസുഹു പ്രാണൻ, വ്യോമഃ ആകാശം, വായു അഗ്നി, ജലം, മഹി ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, തപസ് ഏവ എന്നീ സ്ഥാനങ്ങൾ. ഇതെല്ലാം ഭഗവാൻ രുദ്രന്റെ സ്ഥാനങ്ങളാണ്. ഹൃദയം, ഇന്ദ്രിയങ്ങള്, പ്രാണൻ, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, തപസ് ഇവ സ്ഥാനങ്ങളായിട്ട്
എന്നാൽ ആദ്യമേ ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഹൃദിന്ദ്രിയാണ്യസൃവ്യോമ വായുരഗ്നിർജലം മഹി സൂര്യശ്ചന്ദ്രസ്തപശ്ചൈവ സ്ഥാനാന്യഗ്രേ കൃതാനിമേ. പദങ്ങളെ ഹൃദയം, ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങള്, അസുഹു പ്രാണൻ, വ്യോമ ആകാശം, വായു വായു, അഗ്നി അഗ്നി, ജലം ജലം, മഹി ഭൂമി, സൂര്യ സൂര്യൻ, ചന്ദ്ര ചന്ദ്രൻ, തപഃ തപസ്, ഏവച എന്നീ സ്ഥാനാനി എന്നീ സ്ഥാനങ്ങൾ മേ മയ എന്നാൽ അഗ്രേ ആദ്യമേ കൃതാനി ചെയ്യപ്പെട്ടു. പദത്തെ അന്വയം ഹൃത് ഇന്ദ്രിയാണി അസുഹു വ്യോമ വായു അഗ്നി ജലം മഹി സൂര്യ ചന്ദ്ര തപഃ ഏവച സ്ഥാനാനി മേ മയാ അഗ്രേ കൃതാനി. എന്നുകൂടി പറയാം. ഹൃത് ഇന്ദ്രിയാണി അസുഹു വ്യോമ വായു അഗ്നി ജലം മഹി സൂര്യ ചന്ദ്ര തപഃ ഏവച സ്ഥാനാനി മേ മയാ അഗ്രേ കൃതാനി. ഹൃദയം, ഇന്ദ്രിയങ്ങള്, പ്രാണങ്ങള്, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, തപസ് എന്നീ സ്ഥാനങ്ങള് അങ്ങക്കായിട്ട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. അത് ഇവിടെ രുദ്രന് 11 സ്ഥാനങ്ങൾ കൽപ്പിച്ചു. വരുന്ന ശ്ലോകങ്ങളിൽ 11 നാമധേയങ്ങളും നൽകുന്നുണ്ട്. 11 ഏകാദശ രുദ്ര 11 സ്ഥാനങ്ങൾ കൽപ്പിച്ചു, 11 നാമധേയങ്ങൾ നൽകുന്നുണ്ട്. അങ്ങനെ ബ്രഹ്മാണ്ടാദി പുരാണങ്ങളിലെ 8 ശരീരങ്ങളാണ് കാണുന്നത്. 8 ശരീരങ്ങളാണ് ഈ രുദ്രന് കാണുന്നത്. സൂര്യോ ജലം മഹി വായുർ വന്യ ആകാശം ഏവച ദീക്ഷിത ബ്രഹ്മണശ്ചേന്ദ്ര ദീക്ഷിത ബ്രാഹ്മണശ്ചന്ദ്ര ഇത്യേവം തേ അഷ്ടധാ തനുഃ. പാഠഭേദത്തോടെ പല പുരാണങ്ങളിലും ഉണ്ട് ഇത് ഇങ്ങനെ 8 ശരീരങ്ങളും 11 സ്ഥാനങ്ങളും രുദ്രദേവന് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൃദയം, ഇന്ദ്രിയങ്ങള്, പ്രാണൻ, പഞ്ചഭൂതങ്ങള്, സൂര്യൻ, ചന്ദ്രന്മാർ, തപസ് എന്നിങ്ങനെ 11 സ്ഥാനങ്ങൾ അങ്ങക്ക് മുമ്പ് തന്നെ എണ്ണാൻ നൽകപ്പെട്ടിരിക്കുന്നു. ഹൃദയം, ഇന്ദ്രിയങ്ങള്, പ്രാണൻ, ആകാശം, വായു, അഗ്നി, ജലം, തപസ്, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ എന്നീ സ്ഥാനങ്ങൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് മുൻപേ തന്നെ നിനക്ക് വാസസ്ഥാനങ്ങളായിട്ട് ഞാൻ നൽകിയിരിക്കുന്നു. അപ്പം അതിൻ്റെ വ്യാഖ്യാനം നമുക്കൊന്ന് നോക്കാം. തേ ചൈകാദശ അങ്ങക്ക് 11 നിവാസസ്ഥാനാനി 11 നിവാസസ്ഥാനങ്ങൾ. ഹൃദയം ഇന്ദ്രിയ പ്രാണഃ ഹൃദയം, ഇന്ദ്രിയങ്ങള്, പ്രാണൻ, ആകാശം, വായുരഗ്നിർജലം ആകാശം, വായു, അഗ്നി, ജലം, മഹി ഭൂമി, സൂര്യ ചന്ദ്ര സ്തപ ഇതി സൂര്യൻ, ചന്ദ്രൻ, തപസ് ഇതി. ഹേ രുദ്ര തേ ചൈകാദശ നിവാസസ്ഥാനാനി ഹൃദയം ഇന്ദ്രിയ പ്രാണഃ ആകാശം വായുരഗ്നിർജലം മഹി സൂര്യ ചന്ദ്ര സ്തപ ഇതി. ഇങ്ങനെ 11 സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് ആ ബ്രഹ്മാവ് മുമ്പേ തന്നെ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത 3 ശ്ലോകങ്ങൾ ഒരുമിച്ചിട്ടാണ്. മന്യുർ മനുർ മഹേശാനോ മഹാൻ ശിവ ഋതുധ്വജഃ ഉഗ്രനേതാ ഭവക്കാലോ വാമദേവോ ധൃതവ്രതഃ ധീർവൃത്തിരുശനോ മാ ച നിയുത്സർപ്പിരിളാംബിക ഇരാവതി സുധാദീക്ഷ രുദ്രാണ്യോ രുദ്രത്തെ സ്ത്രിയഃ ഗൃഹാണൈതാനി നാമാനി സ്ഥാനാനി ച സയോഷണഃ ഏഭി സൃജഃ പ്രജാ ബഹ്വീഃ പ്രജാനാം അസി യത്പതിഃ. എന്നുകൂടി ചൊല്ലാം. മനുർ മഹേശാനോ മഹാൻ ശിവ ഋതുധ്വജഃ ഉഗ്രരേതാ ഭവക്കാലോ വാമദേവോ ധൃതവ്രതഃ
ഉശനോമാച നിയുത്സർപ്പിരിളാംബിക ഇരാവതി സുധാദീക്ഷ രുദ്രാണ്യോ രുദ്രതേ സ്ത്രിയ ഗൃഹാണൈതാനി നാമാനി സ്ഥാനാനി ച സയോഷണഃ ഏഭി സൃജ പ്രജാ ബഹ്വീ പ്രജാനാം അസിയത്വതി. അല്ലയോ രുദ്ര, അങ്ങയ്ക്ക് പേരുകൾ 11 പേരുകളുണ്ട്. മന്യു, മനു, മഹേശാനൻ, മഹാൻ, ശിവൻ, ഋതുധ്വജൻ, ഉഗ്രരേതസ്, ഭവൻ, കാലൻ, വാമദേവൻ, ധൃതവ്രതൻ എന്നിങ്ങനെ 11 നാമങ്ങളെ അങ്ങേക്ക്. അതാണ് മഞ്ഞുർ, മനുർ, മഹേശാനോ, മഹാൻ, ശിവ, ഋതുധ്വജ, ഉഗ്രരേതാ, ഭവക്കാലോ, വാമദേവോ, ധൃതവ്രത, ഇങ്ങനെ 11 പേരുകൾ. പിന്നെ ധീർ, വൃത്തി, ഉശനോ മാച, നിയുത്സർപ്പിരിളാംബിക, ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി, ബുദ്ധി, വൃത്തി, ഉശനം ഉമ, നിയുത്സ ഋചി, ഇള, അംബിക, ഇരാവതി, സുധ, ദീക്ഷ എന്നീ ക്രമത്തിൽ 11 പത്നിമാര്. ഈ 11 ഏകാദശ രുദ്രന്മാർക്കും 11 പത്നിമാര്, അവരുടെ പേരുകളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ധീ, വൃത്തി, ഉശന, ഉമ, നിയുത്സ, ഋപി, ഇള, അംബിക, ഇരാവതി, സുധ, ദീക്ഷ. അതാണ് ധീർ, വൃത്തിർ, ഉശനോ ഉമ ച നിയുത്സർപ്പിർ ഇളാംബിക. ഇരാവതി, സുധാദീക്ഷ, രുദ്രാണ്യോ, അവരെ രുദ്രപത്നിമാര്, രുദ്രാണ്യോ രുദ്രതേ സ്ത്രീയ. പിന്നെ ഗൃഹാണൈതാനി, 11 പത്നിമാരെയും കൽപ്പിച്ചിരിക്കുന്നു. ഈ നാമങ്ങളെയും ഗൃഹാണൈതാനി നാമാനി, ഈ നാമങ്ങളെയും സ്ഥാനങ്ങളെയും പത്നിമാരെയും സ്വീകരിച്ച്, സ്ഥാനങ്ങളെയും പത്നിമാരെയും സ്വീകരിച്ച് പ്രജാപതിയായിട്ട് ഏഭിസൃജ പ്രജാബഹ്വി, അങ്ങ് പ്രജാപതിയായിട്ട് പത്നികളെയും സ്വീകരിച്ച് പ്രജാപതിയായിട്ട് ഭവിച്ച് ഇവരിലൂടെ പ്രജാസൃഷ്ടി നടത്തിയാലെന്ന് പറഞ്ഞു ആ രുദ്രദേവനോട്. ഇവരിലൂടെ പ്രജാസൃഷ്ടി നടത്തിയാൽ ഈ 11 പേർ ഏകാദശ രുദ്രന്മാരായിട്ടും പത്നികൾ രുദ്രാണികളായിട്ടും മഹേശാനൻ എന്നിവിടത്ത് മഹിനസ് എന്നും പാഠഭേദമുണ്ട്. സയോഷണ എന്ന സ്ത്രീയ, അവരോട് കൂടിയിട്ട്. ഏകാദശ രുദ്രന്മാരുടെ നാമധേയങ്ങളുടെ പുരാണങ്ങളിൽ ചില ചില വ്യത്യാസങ്ങൾ കാണാം എന്നർത്ഥം. അപ്പൊ ഇത്രയേ ഇതിന്റെ പദങ്ങളുടെ അർത്ഥമൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. എല്ലാ പദങ്ങളും വരും, എല്ലാ പേരുകളും. അവിടെ വരുന്നുണ്ട്. അപ്പോൾ രുദ്ര, അങ്ങക്ക് മനു, മന്യു, അഹിനസ്, മഹാൻ, ശിവൻ, ഋതുധ്വജൻ, ഉഗ്രരേതസ്, ഭവൻ, കാലൻ, വാമദേവൻ, ധൃതവ്രതൻ എന്നിങ്ങനെയുള്ള നാമങ്ങളും ധീ, വൃത്തി, ഉശന, ഉമ, നിയുത്സ, ഋപി, ഇള, അംബിക, ഇരാവതി, സുധ, ദീക്ഷ എന്നിങ്ങനെയുള്ള പത്നിമാരും എന്നാൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങ് പത്നി സമേതനായിട്ട് ഈ പേരുകളും സ്ഥാനങ്ങളും സ്വീകരിക്കുക. ഇവരോടുകൂടി അനേകം സൃഷ്ടി ചെയ്യുക. എന്തെന്നാൽ അങ്ങ് പ്രജാപതിയാണല്ലോ. മന്യു, മനു, മഹിനസൻ, മഹാൻ, ശിവൻ, ഋതുധ്വജൻ, ഉഗ്രരേതസ്, ഭവൻ, കാലൻ, വാമദേവൻ, ധൃതവ്രതൻ എന്നീ 11 നിനക്കുള്ള നാമധേയങ്ങളാണ്. ഹേ രുദ്രേ, ധീ, വൃത്തി, ഉശന, ഉമ, നിയുത്സ, സർപ്പിസ്, ഇള, അംബിക, ഇരാവതി, സുധ, ദീക്ഷ ഇവയാണ് രുദ്രാണികൾ. ഇവർക്ക് രുദ്രാണികൾ എന്ന പേർ. ഇവർ നിന്റെ പത്നിമാർ. ഈ നാമധേയങ്ങളും സ്ഥാനങ്ങളും ഗ്രഹിച്ചു കൊള്ളുക. ഭാര്യാസമേതനായിട്ട് ബഹുപ്രജകളെ സൃഷ്ടിക്കുക. നീ പ്രജകളുടെ പതിയായിട്ട് ഭവിക്കുന്നു. അതിലത്തെ വ്യാഖ്യാനം നോക്കാം നമുക്ക്. അഥതേ ഏകാദശ നാമാനി, അങ്ങക്ക് ഏകാദശ നാമങ്ങളുണ്ട്. മന്യുഹു, മനുഹു, മഹിനസ, മഹാൻ, ശിവ, ഋതുധ്വജ, ഉഗ്രരേതാഹ, ഭവഃ, കാലഃ, വാമദേവഃ, ധൃതവ്രതഃ. അഥ ഹേ രുദ്ര, അല്ലയോ രുദ്ര, അങ്ങക്ക് തേ സ്ത്രീയ, അങ്ങയുടെ പത്നിമാരായിട്ട് ധീ, വൃത്തി, ഉശന, ഉമ, നിയുത്, സർപ്പി,
ഇള അംബിക ഇരാവതി സുധ ദീക്ഷ ഏതാ ഏകാദശ 11 പത്നിമാരും. അതോ ഹേ രുദ്ര, അതുകൊണ്ട് ഏതാനി നാമാനി, ഈ നാമങ്ങളും സ്ഥാനാനി, ഈ നാമങ്ങളും സ്ഥാനങ്ങളും ഗൃഹാണ, അത് ഗ്രഹിച്ചിട്ട് ആഭിഹി സ്ത്രീഭിർ വൈ സ്ത്രീഭിർ ബഹ്വീ പ്രജാസൃജ, സ്ത്രീകളോട് കൂടിയിട്ട് ബഹു ആയിട്ടുള്ള പല വിധത്തിലുള്ള പ്രജകളെ അവിടുന്ന് സൃഷ്ടിക്കണം എന്ന് പറയാണ്. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനം ഒന്നും കൂടി പറയാം. അഥതേ ഏകാദശ നാമാനി മന്യുഹു മനുഹു മഹീനസഹ മഹാൻ ശിവഃ ഋതുധ്വജഃ ഉഗ്രരേതാഃ ഭവഃ കാലഃ വാമദേവഃ ധൃതവ്രതഃ. അഥ ഹേ രുദ്ര തേ സ്ത്രിയഃ ധീഃ വൃത്തിഃ ഉശന ഉമാ നിയുത് സർപ്പി ഇള അംബിക ഇരാവതി സുധ ദീക്ഷ ഏതാ ഏകാദശ. അതോ ഹേ രുദ്ര ഏതാനി നാമാനി സ്ഥാനാനി ച ഗൃഹാണ ആഭിഹി സ്ത്രീഭിർ ബഹ്വീ പ്രജാ സൃജ എന്നുള്ളതാണ് ഇതിലത്തെ വ്യാഖ്യാനം. 3 ശ്ലോകങ്ങളും ചേർന്നിട്ടുള്ള ആ വ്യാഖ്യാനം. മനുർ മഹേശാനോ മഹാൻ ശിവ ഋതുധ്വജഃ ഉഗ്രരേതാ ഭവക്കാലോ വാമദേവോ ധൃതവ്രതഃ ധീർവൃത്തിർ ഉശനോ ഉമാച നിയുത്സർപ്പിർ ഇളാംബിക ഇരാവതി സുധാ ദീക്ഷ രുദ്രാണ്യോ രുദ്രതേ സ്ത്രിയഃ ഗൃഹാണേതാനി നാമാനി സ്ഥാനാനി ച സയോഷണഃ ഏഭി സൃജ പ്രജാ ബഹ്വീ പ്രജാനാമസിയൽപതിഃ. അടുത്തത് 15ാമത്തെ ശ്ലോകം. ഇത്യാദിഷ്ടഃ സ ഗുരുണ ഭഗവാൻ നീലലോഹിതഃ സത്വാകൃതി സ്വഭാവേന സസർജാത്മ സമാഹ പ്രജാഃ. ഇത്യാദിഷ്ടഃ സ ഗുരുണഃ ഭഗവാൻ നീലലോഹിതഃ സത്വാകൃതി സ്വഭാവേന സസർജാത്മസമാഹ പ്രജാഃ. അങ്ങനെ ആ ഭഗവാനായിരിക്കുന്ന രുദ്രൻ, സ ഭഗവാൻ നീലലോഹിത, ഭഗവാനായിരിക്കുന്ന രുദ്രൻ ഗുരുണ ആ പിതാവിനാൽ, അതായത് ബ്രഹ്മദേവനാൽ, ഗുരുണ ഇങ്ങനെ നിർദ്ദേശിക്കപ്പെട്ട സത്വാകൃതി സ്വഭാവേന, ആ ബലത്തോട് കൂടിയിട്ട്, ബലം ആകൃതി സ്വഭാവം ഇവയോട് കൂടിയിട്ട് ആത്മസമാഹ തനിക്ക് തുല്യരായിട്ടുള്ള പ്രജകളെ സൃഷ്ടിച്ചു. അപ്പൊ അതിലത്തെ പദങ്ങൾ നോക്കാം. സ ഭഗവാൻ, ആ ഭഗവാനായിരിക്കുന്ന, നീലലോഹിത, ആ ഭഗവാനായിരിക്കുന്ന രുദ്രൻ, ഗുരുണ ആ പിതാവിനാൽ, ഇതി ഇങ്ങനെ, ആദിഷ്ട ഇങ്ങനെ നിർദ്ദേശിക്കപ്പെട്ടിട്ട്, സത്വാകൃതി സ്വഭാവേന ബലം ആകൃതി സ്വഭാവം എന്നിവയാൽ ആത്മസമാഹ തനിക്ക് തുല്യരായിട്ടുള്ള പ്രജാഹ ആ പ്രജകളെ സസർജ സൃഷ്ടിച്ചു. ആ ഭഗവാനായിരിക്കുന്ന രുദ്രൻ ആ പിതാവിനാൽ ഇങ്ങനെ ആ നിർദ്ദേശിക്കപ്പെട്ട ആ ബലം ആകൃതി സ്വഭാവം എന്നിവയാൽ തനിക്ക് തുല്യനായിരിക്കുന്ന പ്രജകളെ സൃഷ്ടിച്ചു. അതാണ് അപ്പൊ അതിന്റെ അന്വയം വരുന്നത്. സ ഭഗവാൻ നീലലോഹിത ഗുരുണ ഇതി ആദിഷ്ട സത്വാകൃതി സ്വഭാവേന ആത്മസമാഹ പ്രജാഃ സസർജ. സ ഭഗവാൻ നീലലോഹിത ഗുരുണ ഇതി ആദിഷ്ട സത്വാകൃതി സ്വഭാവേന ആത്മസമാഹ പ്രജാഃ സസർജ. അപ്പൊ ആ ഭഗവാനായിരിക്കുന്ന രുദ്രൻ ആ പിതാവിനാൽ ഇങ്ങനെ നിർദ്ദേശിക്കപ്പെട്ടിട്ട് ആ ബലം ആകൃതി സ്വഭാവം എന്നിവയാൽ തനിക്ക് തുല്യരായിട്ടുള്ള പ്രജകളെ ഇങ്ങനെ സൃഷ്ടിച്ചു. ഭഗവാനായിരിക്കുന്ന ആ നീലലോഹിതൻ പിതാവായ ബ്രഹ്മാവിനാൽ ഇങ്ങനെ കൽപ്പിക്കപ്പെട്ട ബലം ആകൃതി സ്വഭാവം എന്നിവയാൽ തനിക്ക് തുല്യരായിട്ടുള്ള പ്രജകളെ സൃഷ്ടിച്ചു. പൂജനായ പിതാവിനാൽ ഇപ്രകാരം ആജ്ഞാപിക്കപ്പെട്ട ഭഗവാനായ രുദ്രൻ ബലം കൊണ്ടും ആകൃതി കൊണ്ടും സ്വഭാവം കൊണ്ടും തന്നോട് തുല്യരായിട്ടുള്ള പ്രജകളെ സൃഷ്ടിച്ചു. സ്വന്തം ആ സ്വരൂപത്തിലുള്ള തനിക്ക് തുല്യരായിട്ടുള്ള പ്രജകളെ ആ രുദ്രൻ അവിടെ
സൃഷ്ടിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ആദ്യത്തെ വ്യാഖ്യാനം ഇതി ബ്രഹ്മണാദിഷ്ടോ, ഇങ്ങനെ ഇപ്രകാരം ബ്രഹ്മദേവനാൽ ആദേശം ഉണ്ടായത് കേട്ടിട്ട് രുദ്രസ്തീവ്ര സ്വഭാവേന ആത്മസമാ, രുദ്രൻ തീവ്രഭാവത്താൽ തനിക്ക് ആത്മസമാനായിരിക്കുന്ന പ്രജകളെ സൃഷ്ടിച്ചു. ഇതി ബ്രഹ്മണാദിഷ്ടോ രുദ്രസ്തീവ്ര സ്വഭാവേന ആത്മസമാ പ്രജാ സസർജ. ഇങ്ങനെ മഹാദേവൻ തനിക്ക് തുല്യരായിട്ടുള്ള പ്രജകളെ സൃഷ്ടിച്ചു എന്നാണ് അതിൽ പറയുന്നത്. അപ്പൊ അടുത്ത ശ്ലോകം, രുദ്രാണാം രുദ്രസൃഷ്ടാണാം സമന്താദ്ഗ്രസതാം ജഗത് നിശാമ്യാസംഖ്യശോ യൂഥാൻ പ്രജാപതിർ അശങ്കത. രുദ്രാണാം രുദ്രസൃഷ്ടാണാം സമന്താദ്ഗ്രസതാം ജഗത് നിശാമ്യാസംഖ്യശോ യൂഥാൻ പ്രജാപതിരശങ്കത. ബ്രഹ്മാവ് ആ ലോകത്തെ ആകമാനം ഗ്രസിക്കുന്നവരും പ്രജാപതി അശങ്കത സംശയിച്ചു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാ? ലോകത്തെ മുഴുവൻ സമന്താദ്ഗ്രസതാം ജഗത്, ലോകത്തെ മുഴുവൻ ആകമാനം ഗ്രസിക്കുന്നതും രുദ്രസൃഷ്ടാനാം രുദ്രസൃഷ്ടികളും ആയിരിക്കുന്ന രുദ്രന്മാരുടെ അസംഖ്യം സംഘങ്ങളെ കണ്ടിട്ട് സംശയിച്ചു. രുദ്രനെ പോലെ അനവധി പേര് അസംഖ്യം ആ രുദ്രന്മാരെ സൃഷ്ടിച്ചപ്പോൾ അവരുടെ ആ രൂപഭാവ ഭേദങ്ങളൊക്കെ കണ്ടപ്പോൾ ആ ബ്രഹ്മാവ് അവിടെ ശങ്കിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ പ്രജാപതി ബ്രഹ്മാവ് ജഗത് ലോകത്തെ സമന്താത് ആകമാനം ഗ്രസതാം ഗ്രസിക്കുന്നവരും രുദ്രസൃഷ്ടാനാം ആ രുദ്രസൃഷ്ടികളുമായിരിക്കുന്ന രുദ്രാണാം രുദ്രന്മാരുടെ അസംഖ്യം യൂഥാൻ സംഘങ്ങളെ നിശാമ്യ കണ്ടിട്ട് സംശയിച്ചു. ഒന്നുകൂടി പറയാം. ബ്രഹ്മാവ് പ്രജാപതി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ജഗത് ലോകത്തെ സമന്താത് ആകമാനം ഗ്രസിക്കുന്നവരും രുദ്രസൃഷ്ടാനാം ആ രുദ്രസൃഷ്ടികളുമായിട്ടുള്ള രുദ്രാണാം ആ രുദ്രന്മാരുടെ അസംഖ്യം യൂഥാൻ സംഘങ്ങളെ നിശാമ്യ കണ്ടിട്ട് അശങ്കത സംശയിച്ചു. അതിലത്തെ അന്വയം വരുന്നത് പ്രജാപതി ജഗത് സമന്താത് ഗ്രസതാം രുദ്രാണാം അസംഖ്യശഃ യൂഥാൻ നിശാമ്യ അശങ്കത. എന്നുകൂടി പറയാം. പ്രജാപതി ജഗത് സമന്താത് ഗ്രസതാം രുദ്രാണാം അസംഖ്യശഃ യൂഥാൻ നിശാമ്യ അശങ്കത. ആ ബ്രഹ്മാവ് ലോകത്തെ ആകമാനം ഗ്രസിക്കുന്നവരും ആ രുദ്രസൃഷ്ടികളുമായിരിക്കുന്ന രുദ്രന്മാരെ അവരുടെ അസംഖ്യം സംഘങ്ങളെ കണ്ടിട്ട് സംശയിച്ചു. സ്വപിതാവായിരിക്കുന്ന ബ്രഹ്മാവിനാൽ ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ട ഭഗവാൻ ശ്രീരുദ്രൻ ബലം, ആകൃതി, സ്വഭാവം ഇവകളിൽ തനിക്ക് തുല്യരായ പ്രജകളെ സൃഷ്ടിച്ചു. അങ്ങനെ രുദ്രനായി സൃഷ്ടിക്കപ്പെട്ടവരും ലോകത്തെ ആകമാനം വിഴുങ്ങുന്നവരുമായിരിക്കുന്ന ഒരു രുദ്ര സമൂഹത്തെ കണ്ടിട്ട് ആ ബ്രഹ്മാവ് ശങ്കിച്ചു എന്നാണ് പറയുന്നത്. അപ്പോ രുദ്രനായി സൃഷ്ടിക്കപ്പെട്ടവരും ലോകം മുഴുവൻ ഗ്രസിക്കുന്നവരുമായിരിക്കുന്ന ആ രുദ്രന്മാരുടെ സമൂഹത്തെ കണ്ട് ബ്രഹ്മാവ് ചിന്തിച്ചു. രുദ്രനായി സൃഷ്ടിക്കപ്പെട്ട പ്രജകൾ 4 ഭാഗത്തുള്ള അനുസൃഷ്ടി പ്രജകളെ കൂടെ നശിപ്പിക്കുവാൻ തക്ക വിധം ആ ഭയങ്കര ആകൃതി സ്വഭാവം ഉള്ളവരായിട്ട് കാണപ്പെട്ടു. എണ്ണിയാൽ തീരാത്ത വിധം അനേകം സംഘങ്ങളായിട്ട് ലോകത്തിൽ നിറഞ്ഞു. ഇവരെ കണ്ടിട്ട് ബ്രഹ്മാവ് ഇവർ അന്യസൃഷ്ട പ്രജകളെ കൂടെ നശിപ്പിക്കുമോ എന്ന് ശങ്കിച്ചു തുടങ്ങി. ഇതിലത്തെ ആ വ്യാഖ്യാനം നോക്കാം. തഥാ സമന്താത് ജഗത് ഗ്രസതാം, പ്രകാരം ആ ജഗത്തിനെ ഗ്രസിക്കാൻ തക്കവണ്ണം കെൽപ്പുള്ള രുദ്രസൃഷ്ടാനാം
അസംഖ്യാത യൂഥാനി, ആ രുദ്രന്റെ സൃഷ്ടികളായിരിക്കുന്ന അസംഖ്യം സംഘങ്ങളെ ദൃഷ്ട്വ കണ്ടിട്ട് ബ്രഹ്മാപ്രാഹ, ബ്രഹ്മാവ് പറഞ്ഞു, ഹേ രുദ്ര. അപ്പൊ അത് അടുത്ത ശ്ലോകത്തിൽ തഥാ സമന്താത് ജഗത് ഗ്രസതാം രുദ്രസൃഷ്ടാനാം അസംഖ്യാത യൂഥാനി ദൃഷ്ട്വാ ബ്രഹ്മാപ്രാഹ. ഇത് കണ്ടിട്ട് ബ്രഹ്മാവ് പറഞ്ഞു. അടുത്ത ശ്ലോകത്തിലാണ് ബ്രഹ്മാവ് പറയുന്നത് 17. അലം പ്രജാഭി സൃഷ്ടാഭിർ ഈദൃശീഭി സുരോത്തമ മയാ സഹ മഹന്തീഭിർ ദിശശ്ചക്ഷുർഭി ഉൽബണൈഹി. അലം പ്രജാഭി സൃഷ്ടാഭിർ ഈദൃശീഭി സുരോത്തമ മയാ സഹ ദഹന്തീഭിർ ദിശശ്ചക്ഷുർഭിർ ഉൽബണൈഹി. അല്ലയോ ദേവശ്രേഷ്ഠ, ഉദ്ബണഹി എന്ന് പറഞ്ഞാൽ അത്യുഗ്രങ്ങളും നേത്രങ്ങളാൽ എന്നോടൊപ്പം ദഹിപ്പിക്കുന്നവരും, നേത്രങ്ങളാൽ എന്നോടൊപ്പം എന്നെ പോലെ ദിക്കുകളെ ദഹിപ്പിക്കുന്നവരുമായിട്ടുള്ള സൃഷ്ടിക്കപ്പെട്ട ഇത്തരം ആ പ്രജകളെ കൊണ്ട് മതിയായി. ഇത്തരം പ്രജകളെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടായി എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ കണ്ടിട്ട് ആ ബ്രഹ്മാവ് ഇത്തരം സൃഷ്ടികളെ മതിയാക്കൂ എന്നുള്ളത് പറയുകയാണ് ആ രുദ്രദേവനോട്. അതിന്റെ പദങ്ങള്, ഹേ സുരോത്തമ, അല്ലയോ ദേവശ്രേഷ്ഠ, ഉദ്ബണൈഹി അത്യുഗ്രങ്ങളും, ചക്ഷുർഭിഹി നേത്രങ്ങളാൽ, മയാ സഹ എന്നോടൊപ്പം, ദിശഹ ദിക്കുകളെ, മഹന്തീഭിഹി ദഹിപ്പിക്കുന്നവരുമായിട്ട്, സൃഷ്ടാഭിഹി സൃഷ്ടിക്കപ്പെട്ട, ഈദൃശീഭിഹി ഇത്തരം, പ്രജാഭി പ്രജകളെ കൊണ്ട്, അലം മതിയായി പ്രജകളെ കൊണ്ട് മതിയായി. ഒന്നും കൂടി പറയാം. ഹേ സുരോത്തമ, അല്ലയോ ദേവശ്രേഷ്ഠ, ഉദ്ബണൈഹി അത്യുഗ്രങ്ങളും, ചക്ഷുർഭിഹി നേത്രങ്ങളാൽ, മയാസഹ എന്നോടൊപ്പം, ദിശഹ ദിക്കുകളെ, ദഹന്തീഭിഹി ദഹിപ്പിക്കുന്നവരുമായിട്ട്, സൃഷ്ടാഭിഹി സൃഷ്ടിക്കപ്പെട്ട, ഈദൃശീഭിഹി ഇത്തരം, പ്രജാഭിഹി പ്രജകളെ കൊണ്ട്, അലം മതിയായി. അന്വയം, ഹേ സുരോത്തമ, ഉദ്ബണൈഹി ചക്ഷുർഭിഹി മയാ സഹ ദിശഃ ദഹന്തീഭിഹി സൃഷ്ടാഭിഹി ഈദൃശീഭിഹി പ്രജാഭിഹി അലം. ഒന്നുകൂടി പറയാം. ഹേ സുരോത്തമ, ഉദ്ബണൈഹി ചക്ഷുർഭിഹി മയാ സഹ ദിശഃ ദഹന്തീഭിഹി സൃഷ്ടാഭിഹി ഈദൃശീഭിഹി പ്രജാഭിഹി അലം. അല്ലയോ ദേവശ്രേഷ്ഠ, അത്യുഗ്രങ്ങളും നേത്രങ്ങളാൽ എന്നോടൊപ്പം ദഹിപ്പിക്കപ്പെട്ടവരും ആയി സൃഷ്ടിക്കപ്പെട്ട ഇത്തരം പ്രജകളെ കൊണ്ട് മതിയായി. അല്ലയോ ദേവശ്രേഷ്ഠ, അത്യുഗ്രങ്ങളും നേത്രങ്ങളാൽ എന്നോടൊപ്പം ദിക്കുകളെ ദഹിപ്പിക്കുന്നവരും ആയിട്ടുള്ള സൃഷ്ടിക്കപ്പെട്ട ഇത്തരം ആ പ്രജകളെ കൊണ്ട് എനിക്ക് മതിയായി എന്നാണ് ആ ബ്രഹ്മദേവൻ അവിടെ പറയുന്നത്. രുദ്രനാൽ സൃഷ്ടിക്കപ്പെട്ടവരും ലോകം മുഴുവൻ രസിക്കുന്നവരുമായുള്ള ആ രുദ്രന്മാരുടെ സമൂഹം കണ്ട് ബ്രഹ്മാവ് ചിന്തിച്ചു. ഇവിടെ തനിക്ക് തുല്യരായിട്ടുള്ള പ്രജകളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോൾ രുദ്രനാൽ സൃഷ്ടിക്കപ്പെട്ടവരും ലോകത്തെ ആകമാനം വിഴുങ്ങുന്നവരുമായിട്ടുള്ള രുദ്ര സമൂഹത്തെ കണ്ടിട്ട് ബ്രഹ്മാവ് ശങ്കിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, തപ ആദിഷ്ഠഭദ്രം തേ സർവഭൂത സുഖാവഹം തപസൈവ യഥാപൂർവം സൃഷ്ടാ വിശ്വമിദം ഭവാൻ. അതും കൂടി പറയാം. തപ ആദിഷ്ഠഭദ്രം തേ സർവഭൂത സുഖാവഹം. സുഖാവഹം തപസൈവ യഥാപൂർവം സൃഷ്ട വിശ്വമിദം ഭവാൻ. അങ്ങ് ആ സർവർക്കും ആ ക്ഷേമകരമായിരിക്കുന്ന തപസ് ആചരിച്ചാലും തപസ്സുകൊണ്ട് തന്നെ ഈ ലോകത്തെ മുൻപ്രകാരം സൃഷ്ടിച്ചവനാകൂ. അങ്ങയ്ക്ക് മംഗളം ആശംസിക്കുന്നു.
തപ ആദിഷ്ഠഭദ്രം തേ, അങ്ങ് തപസ്സനുഷ്ഠിക്കുന്നതാണ് പറഞ്ഞത്. ഭദ്രം മംഗളത്തിന് സർവഭൂത സുഖാവഹം, സർവഭൂതങ്ങൾക്കും സുഖമുണ്ടാവട്ടെ എന്നുള്ള നിലയ്ക്ക് അങ്ങ് തപസ്സാചരിച്ചാലും ആ തപസൈവ, ആ തപസ്സുകൊണ്ടും തന്നെ പണ്ട് സൃഷ്ടിച്ചത് യഥാപൂർവം സൃഷ്ടാ വിശ്വമിതം ഭവാൻ, ആ ഇതം വിശ്വം, ഈ ലോകത്തെ മുൻപ്രകാരം സൃഷ്ടിച്ചവനാകൂ, അങ്ങക്ക് മംഗളം വരട്ടെ. അങ്ങനെ സർവലോകത്തിനും സുഖത്തെ വരുത്തുന്ന തപസ്സനുഷ്ഠിച്ചാലും എന്ന് പറയുകയാണ്. അങ്ങക്ക് മംഗളം ഭവിക്കട്ടെ. തപസ്സിന്റെ പ്രഭാവം കൊണ്ട് അങ്ങക്ക് മുൻപത്തെ പോലെ വിശ്വസൃഷ്ടി ചെയ്യുവാൻ പ്രാപ്തി ലഭിക്കും എന്ന് പറയുകയാണ്. അപ്പോ സുരോത്തമ, ക്രൂരനേത്രങ്ങളാൽ എന്നോടൊപ്പം ദിക്കുകളെല്ലാം ദഹിപ്പിച്ചു കളയുന്നവനായും അങ്ങയാൽ സൃഷ്ടിക്കപ്പെട്ടവരുമായിട്ടുള്ള ഈ പ്രജകൾ ഇനി മതി. അങ്ങ് സർവപ്രാണികൾക്കും സുഖമരുളുന്ന തപസ് ചെയ്യുക. തപസ്സുകൊണ്ട് തന്നെ മുമ്പ് എപ്രകാരമോ അപ്രകാരം ആ ജഗത്ത് സൃഷ്ടിക്കുക. രുദ്രനാൽ സൃഷ്ടിക്കപ്പെട്ട പ്രജകൾ 4 ഭാഗത്തുള്ള അനുസൃഷ്ട പ്രജകളെ കൂടി നശിപ്പിക്കുവാൻ തക്ക വിധം ഭയങ്കര ആകൃതി സ്വഭാവമുള്ളവരായിട്ട് കാണപ്പെട്ടു. എണ്ണിയാ തീരാത്ത വിധം അനേകം സംഘങ്ങളായിട്ട് ലോകത്തിൽ നിറഞ്ഞു. ഇവരെ കണ്ടിട്ട് ബ്രഹ്മാവ് ഇവർ അന്യ സൃഷ്ടി പ്രജകളെ കൂടി നശിപ്പിക്കുമോ എന്ന് ശങ്കിച്ചു. അങ്ങനെ അല്ലയോ സുരശ്രേഷ്ഠ, ഇപ്രകാരമുള്ള പ്രജകളെ വർദ്ധിപ്പിച്ചത് മതി, സൃഷ്ടി നിർത്തുക. എന്തുകൊണ്ടെന്നാൽ ഇവരുടെ ഉഗ്രങ്ങളായിട്ടുള്ള നോട്ടങ്ങളാൽ എന്നെയും ദിക്കുകളെയും ഇവർ ദഹിപ്പിക്കുന്നു. അങ്ങനെ ആ സർവഭൂതങ്ങൾക്കും സുഖത്തെ ജനിപ്പിക്കുവാൻ സമർത്ഥമായിട്ടുള്ള തപസ് അങ്ങ് ആചരിച്ചു കൊള്ളുക. അതിനാൽ ഭവാന് മംഗളം ഭവിക്കും. തപസ്സിന്റെ മഹിമയാൽ ഭവാന് ഈ വിശ്വത്തെ മുൻപത്തെ പോലെ സൃഷ്ടിപ്പാൻ സാധിക്കും ബ്രഹ്മാവ് പറയാം. അപ്പൊ ഇതിന്റെ ആ വ്യാഖ്യാനം നമുക്ക് നോക്കാം. ഹേ രുദ്ര, അലയോ രുദ്ര, മയാ സഹ ദിശോ ദഹന്തീഭിർ ഈദൃശീഭി, മയാ എന്നാൽ എൻ്റെ കൂടെ ആ ദിക്കുകളെയും അതുപോലെ ദിക്കുകളെയൊക്കെ ദഹന്തീഭിർ ദഹിപ്പിക്കാൻ തക്ക ഈദൃശീഭി എന്നെ പോലെ ഉള്ള പ്രജകളെ എന്നെ പോലെയുള്ള പ്രജകളെ സൃഷ്ടിക്കുന്നത് നിർത്തു. മയാ സഹ ദിശോദഹന്തീഭിർ ഈദൃശീഭി പ്രജാഭിർ അലം, ഇപ്രകാരമുള്ള ഈ പ്രജകളെ സൃഷ്ടിക്കുന്നത് നിർത്താൻ. ഹേ രുദ്ര, മയാ സഹ ദിശോദഹന്തീഭിർ ഈദൃശീഭി പ്രജാഭിർ അലം അതസ്തേ ഭദ്രം, അതുകൊണ്ട് അങ്ങക്ക് മംഗളം വരാൻ. സർവസുഖാവഹം തപഹ, സർവസുഖാവഹമായിരിക്കുന്ന തപസ്സിനെ ചെയ്താലും. സർവസുഖാവഹം തപഹ ആദിഷ്ഠ, അങ്ങനെ പുമാൻ, അങ്ങനെ അങ്ങക്ക് തപസൈവ, ആ തപസ്സുകൊണ്ട് തന്നെ സർവഭൂത ഗുഹാവാസം ഈശ്വരം വിന്ദതേ, സർവഭൂതങ്ങളിൽ നിവസിക്കുന്ന ആ ഈശ്വരനെ അങ്ങക്ക് വന്ദിക്കാനാവും. അപ്പോൾ ഒന്നുകൂടി പറയാം. മയാ സഹ ദിശോ ദഹന്തീഭിർ ഈദൃശീഭി പ്രജാഭിരലം അതസ്തേ ഭദ്രം സർവസുഖാവഹം തപസ ആദിഷ്ഠ പുമാൻ തപസൈവ സർവഭൂത സുഖാവാസം ഈശ്വരം വിന്ദതേ. അപ്പൊ അടുത്ത ശ്ലോകം പറയുന്നത് തപസൈവ പരം ജ്യോതിർ ഭഗവന്തം അധോക്ഷജ, ഭഗവന്തം അധോക്ഷജം സർവഭൂത ഗുഹാവാസം അഞ്ജസാ വിന്ദതേ പുമാൻ. അതാണ് അതിൽ പറയുന്നത്. തപസൈവ പരം ജ്യോതിർ ഭഗവന്തമധോക്ഷജം, ആ തപസ്സുകൊണ്ട് ആ പരമജ്യോതിസ്വരൂപനും ഇന്ദ്രിയങ്ങൾക്ക് അധിപനും ആയിരിക്കുന്ന ആ സകല ജീവജാലങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നവനായിരിക്കുന്ന ആ സർവേശ്വരനെ ആ തപസ്സിനാൽ മാത്രമേ ഒരാൾക്ക് വേണ്ട പോലെ പ്രാപിക്കാനാവൂ എന്നുള്ളതാണ് ശ്ലോകത്തിൽ പറയുന്നത്. തപസൈവ പരം ജ്യോതിർ ഭഗവന്തമധോക്ഷജം സർവഭൂത ഗുഹാവാസം അഞ്ജസാ വിന്ദതേ പുമാൻ. പതിത്തെ പദങ്ങളെ പരം ജ്യോതി, ആ പരമ ജ്യോതിസ്വരൂപനും, അധോക്ഷജ ഇന്ദ്രിയങ്ങൾക്ക് അധിപനും, സർവഭൂത ഗുഹാവാസം സകല ജീവജാലങ്ങളുടെയും ഉള്ളിൽ
വസിക്കുന്നവനും ആയിരിക്കുന്ന ഭഗവന്തം ആ സർവേശ്വരനെ തപസായേവ തപസ്സിനാൽ മാത്രമേ പുമാൻ ഒരാൾ അഞ്ജസ വേണ്ട പോലെ വിന്ദതേ പ്രാപിക്കൂ. കഴിഞ്ഞ ശ്ലോകത്തിലെ തപ ആദിഷ്ഠ ഭദ്രം തേ സർവഭൂത സുഖാവഹം തപസൈവ യഥാപൂർവം സൃഷ്ടാ വിശ്വമിതം ഭവാനുള്ളതില് ആദ്യത്തെ അന്വയം ഭവാൻ സർവഭൂത സുഖാവഹം തപ ആദിഷ്ഠ തപസാ ഏവ ഇദം വിശ്വം യഥാപൂർവം സൃഷ്ടാ തേ ഭദ്രം എന്നാണ് അതിലത്തെ അന്വയം വരണം. ഭവാൻ സർവഭൂത സുഖാവഹം തപഃ ആദിഷ്ഠ തപസാ ഏവ ഇദം വിശ്വം യഥാപൂർവം സൃഷ്ടാ തേ ഭദ്രം. അതായത് സർവഭൂത അങ്ങ് സർവർക്കും ക്ഷേമകരങ്ങളായിരിക്കുന്ന ആ തപസ്സിനെ ആദരിച്ചാലും ആ തപസ്സുകൊണ്ട് തന്നെ ഈ ലോകത്തെ മുൻപ്രകാരം സൃഷ്ടിച്ചവനാകൂ, അങ്ങക്ക് മംഗളം ഭവിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ശ്ലോകത്തില് തപസൈവ പരം ജ്യോതി, പരം ജ്യോതി എന്നുള്ള പരമജ്യോതി സ്വരൂപനും അധോക്ഷജം ഇന്ദ്രിയങ്ങൾക്ക് അധിപനും സർവഭൂത ഗുഹാവാസം സകല ജീവജാലങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നവരുമായിരിക്കുന്ന ഭഗവന്തൻ സർവേശ്വരനെ തപസായവ തപസ്സിനാൽ മാത്രമേ പുമാൻ ഒരാൾ അഞ്ജസ വേണ്ട പോലെ വിന്ദതേ പ്രാപിക്കൂ. എന്നുകൂടി പറയാം. പരം ജ്യോതി പരമജ്യോതി സ്വരൂപനും അധോക്ഷജം ഇന്ദ്രിയങ്ങൾക്ക് അധിപനും സർവഭൂത ഗുഹാവാസം സകല ജീവജാലങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നവരുമായിരിക്കുന്ന ഭഗവന്തം ആ സർവേശ്വരനെ തപസാ ഏവ ആ തപസ്സിനാൽ മാത്രമേ പുമാൻ ഒരാൾ അഞ്ജസ വേണ്ട പോലെ വിന്ദതേ പ്രാപിക്കൂ. പദത്തെ അന്വയം പരം ജ്യോതി അധോക്ഷജം സർവഗുഹാശയം സർവഭൂതഗുഹാവാസം ഭഗവന്തം തപസാ ഏവ പുമാൻ അഞ്ജസ വിന്ദതേ. എന്നോട് പറയാം. പരം ജ്യോതി അധോക്ഷജം സർവഭൂതഗുഹാവാസം ഭഗവന്തം തപസാ ഏവ പുമാൻ അഞ്ജസ വിന്ദതേ. പരമജ്യോതി സ്വരൂപനും ഇന്ദ്രിയങ്ങൾക്കധിപനും സകല ജീവജാലങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നവരുമായിരിക്കുന്ന സർവേശ്വരനെ ആ തപസ്സിനാൽ മാത്രമേ ഒരാൾ വേണ്ട പോലെ പ്രാപിക്കൂ. എന്നുകൂടി പറയാം. പരമജ്യോതി സ്വരൂപനും ഇന്ദ്രിയങ്ങൾക്ക് അധിപനും സകല ജീവജാലങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നവനുമായിരിക്കുന്ന ആ സർവേശ്വരനെ തപസ്സിനാൽ മാത്രമേ ഒരാൾ വേണ്ട പോലെ പ്രാപിക്കൂ. പരമജ്യോതി സ്വരൂപനും ഭഗവാനും ഇന്ദ്രിയാതീതനും സർവചരാചരങ്ങളിലും അന്തര്യാമിത്വേന വിളങ്ങുന്നവരുമായിരിക്കുന്ന ഭഗവാനെ തപസ്സുകൊണ്ട് മനുഷ്യൻ പെട്ടെന്ന് പ്രാപിക്കുന്നു. രുദ്രനാൽ സൃഷ്ടിക്കപ്പെട്ട ലോകം മുഴുവൻ മനുഷ്യർ ആ പരം ജ്യോതി സ്വരൂപനും ഇന്ദ്രിയാതീതനും സർവാന്തര്യാമിയും സർവേശ്വരനുമായിട്ടുള്ള ഭഗവാനെ തപസ്സുകൊണ്ട് പ്രയാസമന്യേ പ്രാപിക്കും. സർവഭൂതങ്ങൾക്കും സുഖത്തെ ജനിപ്പിക്കുവാൻ സമർത്ഥരായ തപസ് ആചരിച്ചു കൊള്ളുക, അതിനാൽ അങ്ങക്ക് മംഗളം ഭവിക്കും. തപസ്സിന്റെ മഹിമയാൽ ഭവാനി വിശ്വത്തെ മുൻപത്തെ പോലെ സൃഷ്ടിപ്പാൻ സാധിക്കും. തപോ മഹിമയാൽ തന്നെ പുരുഷൻ സർവഭൂതങ്ങളുടെയും ഹൃദയ ഗുഹയിൽ വസിക്കുന്നവനും പരംജ്യോതി സ്വരൂപനും ഇന്ദ്രിയങ്ങൾക്ക് അഗോചരനും ജ്ഞാനവിഗ്രഹനുമായിരിക്കുന്ന ഈശ്വരനെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. രുദ്രസൃഷ്ടി. ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം ശ്രീ രുദ്രൻ നടത്തിയ സൃഷ്ടികർമ്മം പുരാണ പ്രസിദ്ധമാണ്. ബ്രഹ്മാണ്ഡ പുരാണത്തിലെ രുദ്രൻ സൃഷ്ടിച്ചവരുടെ ഭീകരതയുടെ വിശദമായിട്ടുള്ളൊരു വിവരണം ലഭിക്കുന്നുണ്ട്. വായുപുരാണത്തിലും പറയുന്നുണ്ട്. അവരെല്ലാം മൃത്യുവില്ലാത്തവർ ആയിരുന്നു എന്നും അവരുടെ എല്ലാം രുദ്രന്മാരായി കണക്കാക്കി ആ ദേവഗണത്തിൽ ഉൾപ്പെടുത്തിയെന്നും തുടർന്ന് പറയുന്നുണ്ട്. മത്സ്യപുരാണ പ്രകാരം അവർ ജരാമരണങ്ങൾ ഇല്ലാത്തവരാണ്. അപ്രകാരമുള്ള പ്രജകളെ സൃഷ്ടിക്കരുതെന്ന് ബ്രഹ്മാവ് രുദ്രനോട് ഉപദേശിച്ചു. തതഃ സാധ്യഗണാനീശ സ്ത്രീനേത്ര അനന്യ അസൃജത് പുനഃ കോടീശ്ച ചതുർ അശീതി ജരാമരണവർജിതാഃ വാമോ സൃജൻ അമർത്യാംസ്താൻ ബ്രഹ്മണാ വിനിവാരിതഃ ദൈവം വിധാ ഭവേത് സൃഷ്ടിർ ജരാമരണ വർജിത. മത്സ്യപുരാണത്തിൽ പറയുന്നുണ്ട്. പത്മപുരാണം ആ ഖണ്ഡത്തിലും ഈ രുദ്രസൃഷ്ടിയെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. രുദ്രൻ ജന്മന അർദ്ധനാരീശ്വരൻ ആയിരുന്നുവെന്നും അതിൽ കാണുന്നു.
പത്മപുരാണ പ്രകാരം ഭവൻ, ശർവൻ, ഈശാനൻ, പശുപതി, ഭീമൻ, ഉഗ്രൻ, മഹാദേവൻ ഇവരാണ് അഷ്ടമൂർത്തികൾ. അപ്പം ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അത് വരെ നല്ലപോലെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക, പഠിക്കുക, വായിക്കാൻ പഠിക്കുക. ഹരേ കൃഷ്ണ.